നമസ്തേ, പ്രീതാസ് കിലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ചിട്ടാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാറ്റിൻ്റെയും കൂടി അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 കോവയ്ക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കോവയ്ക്ക എടുത്തോളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കോവയ്ക്കയുടെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടു പിളർന്നിട്ട് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം ഇത് വണ്ണത്തിലുള്ള ഇത് നാടൻ കോവയ്ക്കയാണ്, അതുകൊണ്ട് ഞാനൊരു 3 ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ കോവയ്ക്കയാണെങ്കിൽ അധികം വണ്ണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നടു പിളർന്നതിന് ശേഷം ഒന്ന് 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതാ അത് മുഴുവനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ, ആ കോവയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതും യൂസ് ചെയ്തോളൂ. ഇനി ഈ കോവയ്ക്ക നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അത്യാവശ്യം നന്നായിട്ട് കുക്കാവണം. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ കോവയ്ക്കൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. കോവയ്ക്ക വേവാൻ അധികം ടൈമൊന്നും വേണ്ടല്ലോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഇപ്പോൾ വഴറ്റി വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതുപോലെ നേരെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് എത്ര വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നേരെ അരഞ്ഞ് കിട്ടില്ലല്ലോ. 4 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇഞ്ചി കട്ട് ചെയ്ത പോലെ ഒന്ന് 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നേരെ പോലെ ചതഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. പിന്നെ അധികമൊന്നുമില്ല, അതുപോലെ ഒരു പിടി മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ 1/4 ഭാഗം കണ്ടില്ലേ, ഒരു ചെറിയൊരു കഷ്ണമാണ് എടുക്കാത്തുള്ളൂ. ആ 1/4 ഭാഗം തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അത് ഉണ്ടാക്കാൻ മിക്സിയുടെ ചെറിയ ജാറാണ്, അപ്പം മീതുണ്ട്. ഇതുപോലെ മീത വന്നു കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫുള്ളും കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ വലിയൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വലിയ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയണ്ട, അതാണ്ടില്ലേ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള നല്ല പൊടിയായിട്ട് ഞാനിത് അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം ഈ സവാള നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലകളും കൂടി ഇടാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 to 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് തീരെ പുളിയില്ലാത്ത തൈര് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട്. തൈരില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പുളി യൂസ് ചെയ്യാം, അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഇട്ടില്ലേ, ഇനി ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയരുത്, ഇതുപോലെ ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിക്ക് പകരം അമ്മിയിലോ ഇടികല്ലിലോ ഇട്ടിട്ട് ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ചപ്പാത്തിക്കും ചോറിനോ ഏതിനാണ് നിങ്ങൾ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉപ്പും പുളിയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. സാധാരണ താളിക്കുന്നത് പോലെ തന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും കഴുകിയെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ എളുപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാറ്റിനും ഒരുപോലെ പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.